ദിബേന്ദ്ര ഗോയൽ നമ്മുടെ സൊമാറ്റോ സിഇഒ ഇപ്പോൾ രാജകുമാരിയുടെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നെറ്റിയുടെ സൈഡിലായിട്ട് ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു, ഒരു മെറ്റൽ ഡിവൈസ്. അതിന്റെ പേരാണ് ടെമ്പിൾ. ദിബേന്ദ്ര ഗോയൽ തന്നെ ഫണ്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രൈവറ്റ് റിസർച്ച് ഇനിഷ്യേറ്റീവാണ് ഈ ഡിവൈസ് ഡെവലപ്പ് ചെയ്തത്. ഇതൊരു സ്മാർട്ട് ഡിവൈസ് ആണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ബ്ലഡ് ഫ്ലോ, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇത് ലൈവായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ദിബേന്ദ്ര ഗോയൽ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് ഗ്രാവിറ്റി ഏജിങ് ഹൈപ്പോത്തസിനെ പറ്റിയാണ്. അതായത് നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി മൂലം നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ടയേർഡാവും, ഏജ് ആവും, വീക്ക് ആവും. അതനുസരിച്ച് നമുക്കും പെട്ടെന്ന് വയസ്സാവും. ഈ സ്മാർട്ട് ഡിവൈസ് യൂസ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ മോണിറ്റർ ചെയ്ത് ഏത് കണ്ടീഷൻസിലാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ബിഹേവിയറൽ പാറ്റേൺസ് അല്ലെങ്കിൽ ആ രീതികൾ ഫോളോ ചെയ്താൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും അതുമൂലം പെട്ടെന്ന് വയസ്സാവുന്നത് തടയാമെന്നുമാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഏജിങ് ഹൈപ്പോസിസിനെ അനുകൂലിക്കുന്ന തരം റിസർച്ച് പേപ്പേഴ്സ് ഒന്നും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് ശരിയാണെന്ന തരത്തിൽ പ്രൂവൺ ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോഞ്ചിവിറ്റിയിലേക്കുള്ള ഒരു വലിയ സ്റ്റെപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ കണ്ടറിയണം ഖുഷി എന്താണ് അതിനൊക്കെ സംഭവിക്കാൻ പോകുന്നത്.